ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെയിൻ വിത്ത് വാണി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ റിട്ടുകളെ പറ്റിയാണ്. എന്താണ് റിട്ടുകൾ? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ പല ആശയങ്ങളും പല രാജ്യങ്ങളിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ എന്ന രാജ്യത്തു നിന്നാണ്. നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. റിട്ടുകൾ ബ്രിട്ടൻ, റിട്ട് ബ്രിട്ടൻ. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 32 അനുച്ഛേദം അനുസരിച്ചാണ്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. ആർട്ടിക്കിൾ 32ഉം ആർട്ടിക്കിൾ 226ഉം തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അതാണ് ഈ ടേബിളിൽ തന്നിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾക്കൊപ്പം നിയമാവകാശങ്ങൾക്കും റിട്ട് നൽകാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ട്. സുപ്രീം കോടതിക്ക് മൗലിക അവകാശങ്ങൾക്ക് മാത്രമാണ് റിട്ട് നൽകാൻ അധികാരമുള്ളത്. എന്നാൽ ഹൈക്കോടതികൾക്ക് മൗലിക അവകാശങ്ങൾക്കൊപ്പം നിയമാവകാശങ്ങൾക്കും റിട്ട് നൽകാൻ അധികാരമുണ്ട്. സുപ്രീം കോടതിയുടെ അധികാരം ഇന്ത്യ മുഴുവൻ വ്യാപിക്കുമ്പോൾ ഹൈക്കോടതികളുടേത് അതാത് സംസ്ഥാനങ്ങൾക്കുള്ളിലാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 5 റിട്ടുകളാണ് ഉള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറൻഡോ. ഈ റിട്ടുകൾ എഴുതിയിരിക്കുന്ന ഭാഷ ലാറ്റിൻ ഭാഷയാണ്. ഹേബിയസ് കോർപ്പസിന്റെ മീനിങ് ടു ഹാവ് ദ ബോഡി, ശരീരം ഹാജരാക്കുക എന്നാണ്. മാൻഡമസ് എന്ന് വെച്ചാൽ വി കമാൻഡ്, നാം കൽപ്പിക്കുന്നു. പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ സ്റ്റോപ്പ്, വിലക്കുക അല്ലെങ്കിൽ ടു ഫോർബിഡ്. കോവാറൻഡോ എന്ന് വെച്ചാൽ ബൈ വാട്ട് അതോറിറ്റി, എന്ത് അധികാരം. സെർഷ്യോററി എന്ന് വെച്ചാൽ ടു ബി സർട്ടിഫൈഡ്, സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക എന്നാണ്. ഇനി നമുക്ക് ഓരോ റിട്ടുകളെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നമുക്കെല്ലാം പരിചിതമായ ഒരു റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് നമുക്കൊരു വീഡിയോ കാണാം. തൊടുപുഴയിൽ ഒരു അഡ്വക്കേറ്റ് സുകുമാരൻ നായരുണ്ട്. അയാളുടെ ജൂനിയർ മാത്യൂസിനെ നിങ്ങൾ പോയി കാണണം. എന്റെ ഒരു പരിചയക്കാരനായിക്ക. അയാളോട് നിങ്ങൾ കാര്യങ്ങൾ വിശദമായിട്ട് പറയണം. ഞാനും വിളിച്ചു പറഞ്ഞോളാം. കേസ് കൊടുത്തിട്ട് എന്ത് കാര്യം? ഇത് സാധാരണ കേസ് അല്ലിക്ക, ഹേബിയസ് കോർപ്പസാ. ഈ പെമ്പിള്ളാര് വല്ലവന്റെ കൂടെ ഒളിച്ചോടി പോകുമ്പോ മാതാപിതാക്കൾ തന്റെ മകളെ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് സാധാരണ കൊടുക്കുന്ന കേസായത്. അതായത് ഇയാളുടെ മകനെ അന്യായമായി ചിലർ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഹേബിയസ് കോർപ്പസ് കൊടുത്ത അയാളെ എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കണമെന്ന് പോലീസിനോട് ഉത്തരവിടുന്ന കോടതിയാ. അവിടെ എന്ത് പിടിപാടുണ്ടായിട്ടും കാര്യമില്ല. കാരണം ഈ ഉത്തരവ് നടപ്പാക്കിയില്ലേ കുഴപ്പം പോലീസിനാ. എന്റെ ഊഹം ശരിയാണെങ്കിൽ കേസ് പോലും വേണ്ടിവരില്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ്. നിയമവിരുദ്ധമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നാണ് ഹേബിയസ് കോർപ്പസ് അറിയപ്പെടുന്നത്. പൊതുസ്ഥാപനങ്ങൾക്കെതിരായും സ്വകാര്യ വ്യക്തികൾക്കെതിരായും ഇത് പുറപ്പെടുവിക്കാൻ കഴിയും. ഹേബിയസ് കോർപ്പസ് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇഷ്യൂ ചെയ്യാൻ പറ്റാത്തതെന്നാണ്. വെൻ ക്യാൻ ഹേബിയസ് കോർപ്പസ് ബി ഇഷ്യൂഡ്? The person was not produced before a magistrate within 24 hours of arrest. The arrest was made under an unconstitutional law. The person was arrested without any legal grounds. ഈ സാധനങ്ങളൊക്കെയാണ് ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. When cannot habeas corpus be issued? When the detention is lawful, when the person has already been released. ഈ സാഹചര്യങ്ങളിലൊക്കെ ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതായത് തടവ് നിയമാനുസൃതമാണെങ്കിൽ റിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ കോടതി അലക്ഷ്യത്തിനുള്ള നടപടിയാണെങ്കിൽ റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റില്ല. തടവ് കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിലും ഈ റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. ഇനി അടുത്ത റിട്ടാണ് മൻഡാമസ് അല്ലെങ്കിൽ മാൻഡമസ്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് മുമ്പ് നമുക്കൊരു വീഡിയോ കാണാം. We will set it to be vacated soon in the open court under writ of mandamus. Do you know what a writ of mandamus is, Mr. Lingam? It is asking the government to do the duty which it ought to do and not to do the duty which it ought not to do. Is this enough or do you need a warrant of arrest? അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റിട്ടാണ് മൻഡാമസ്. മൻഡാമസ് എന്ന വാക്കിന്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു എന്നാണ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ സ്ഥാപനത്തെയോ കോടതി അനുശാസിക്കുന്ന റിട്ടാണ് മൻഡാമസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൻഡാമസ് ആർക്കൊക്കെ എതിരായി ഇഷ്യൂ ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ എതിരായി ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്നതാണ്. മൻഡാമസ് ക്യാൻ ബി ഇഷ്യൂഡ് അഗൈൻസ്റ്റ് പബ്ലിക് ഒഫീഷ്യൽസ്, ഗവൺമെന്റ് ബോഡീസ്, ഇൻഫീരിയർ കോർട്സ്, പബ്ലിക് കോർപ്പറേഷൻസ് എക്സെട്ര. Mandamus cannot be issued. The duty is discretionary, not mandatory. The function is not statutory. It is against the president or governor of a state. അതായത് രാഷ്ട്രപതി, ഗവർണർ, സ്വകാര്യ വ്യക്തികൾ എന്നിവർക്കെതിരെ മൻഡാമസ് പുറപ്പെടുവിക്കാൻ കഴിയില്ല. ഇനി നെക്സ്റ്റ് റിട്ടാണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം വിലക്കുക എന്നാണ്. ഒരു കീഴ്ക്കോടതി അധികാര പരിധി ലംഘിക്കുന്നത് തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ. ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. നാലാമത്തെ റിട്ടാണ് കോവാറൻഡോ. കോവാറൻഡോ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് അധികാരം എന്നാണ്. അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് കോവാറൻഡോ. പൊതു താൽപര്യ സംരക്ഷണാർത്ഥം ഏതൊരു പൗരനും കോവാറൻഡോ ഹർജി നൽകാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് കോവാറൻഡോ ആണ്. നമ്മുടെ ലാസ്റ്റ് റിട്ടാണ് സെർഷ്യോററി. സെർഷ്യോററി എന്ന വാക്കിന്റെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക എന്നാണ്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. നടപടി രേഖകൾ വിട്ടുകിട്ടുന്നതിനായും സെർഷ്യോററി ഉപയോഗിക്കുന്നു. ആദ്യം ക്രിമിനൽ കേസുകളിലായിരുന്നുവെങ്കിലും ഇപ്പോൾ സിവിൽ കേസുകളിലും സെർഷ്യോററി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ 5 റിട്ടുകളെ പറ്റിയാണ് പഠിച്ചത്. ഈ 5 റിട്ടുകളുടെ പേര് ഓർത്തിരിക്കാൻ നമുക്കൊരു മെമ്മറി ട്രിക്ക് നോക്കാം. മെമ്മറി ട്രിക്ക് ഇങ്ങനെയാണ്: CPM ഹെഡ് ക്വാർട്ടർ. C ഫോർ സെർഷ്യോററി. സെർഷ്യോററി എന്ന് വെച്ചാൽ എന്തായിരുന്നു? സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുകയാണ്.
അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാം സെർഷോററി അല്ലെങ്കിൽ കയറി ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടായിരുന്നു സെർഷോററി. ഇനി P4 പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ പ്രൊഹിബിറ്റ് എന്ന് പറയുന്ന വിലക്കാണ്. പ്രൊഹിബിഷൻ അർത്ഥം വിലക്കുക എന്നാണ്. ഒരു കീഴ്ക്കോടതി അധികാര പരിധി ലംഘിക്കുന്നതിന് തടയുന്നുള്ള റിട്ടായിരുന്നു പ്രൊഹിബിഷൻ. M4 മണ്ടാമസ് എന്ന് വെച്ചാൽ നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി മാൻ ഡു മസ്റ്റ്, അതായത് മാൻ ആ കർത്തവ്യം നിറവേറ്റിയേ പറ്റുള്ളൂ. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ സ്ഥാപനത്തെയോ കോടതി അനുശാസിക്കുന്ന റിട്ടായിരുന്നു മണ്ടാമസ്. ഇനി H4 ഹേബിയസ് കോർപ്പസ് എന്ന് ആക്കുന്ന അർത്ഥം ശരീരം ഹാജരാക്കുക എന്നാണ്. നിയമവിരുദ്ധമായി തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനുള്ള റിട്ടായിരുന്നു ഹേബിയസ് കോർപ്പസ്. നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാം ഹെഡ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഒരു ഭാഗമാണ്. അപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞാൽ ഹേബിയസ് കോർപ്പസ് എന്ന് ഓർത്തിരിക്കാം. ഇനി ലാസ്റ്റ് വണ്ണാണ് ക്വാർട്ടർ ഫോർ കോ വാറന്റോ എന്ന് വാക്കിന്റെ അർത്ഥം എന്ത് അധികാരം, അർഹമല്ലാത്ത ഒരു ഉദ്യോഗം വഹിക്കുന്നതിന് തടയുന്നുള്ള റിട്ടാണ് കോ വാറന്റോ. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 5 റിട്ടുകളെ പറ്റിയാണ്. ഹേബിയസ് കോർപ്പസ്, മണ്ടാമസ്, പ്രൊഹിബിഷൻ, കോ വാറന്റോ ആൻഡ് സെർഷോററി. അപ്പോൾ ഇതിൽ നിന്ന് പ്രീവിയസ് ഇയർ PSC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ PSC പല എക്സാമിലായി ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏത് എക്സാമിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചെന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് ആൻസർ അറിയാവുന്നവരെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം. ആൻസർ 5. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ആൻസർ ബ്രിട്ടൻ. നെക്സ്റ്റ്, റിട്സ് ക്യാൻ ബി ഇഷ്യൂഡ് ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബൈ? ആൻസർ ബോത്ത് ദ സുപ്രീം കോർട്ട് ആൻഡ് ദി ഹൈക്കോർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? ആൻസർ 32-ാം അനുച്ഛേദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ഹൈക്കോർട്ട് ടു ഇഷ്യൂ റിട്ട്? ആൻസർ ആർട്ടിക്കിൾ 226. നെക്സ്റ്റ് വൺ, റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം? ആൻസർ 226. നെക്സ്റ്റ് വൺ, മൗലികാവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം? ആൻസർ 5 തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കാനോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കാറ്റഗറി ഓഫ് റിട്ട്? നമുക്കറിയാം 5 റിട്ടുകൾ: ഹേബിയസ് കോർപ്പസ്, പ്രൊഹിബിഷൻ, കോ വാറന്റോ ആൻഡ് സെർഷോററി. ഇതിലൊന്നും പെടാത്തത് ഓപ്ഷൻ എ ആണ്, ഇൻജക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരി ഏത്? ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അനുച്ഛേദം 32 പ്രകാരം ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ്, ഓൺലി 2 and 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. ചേരുമ്പടി ചേർക്കാനാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് റിട്ട് ഓഫ് മാൻഡമസ് ക്യാൻ ബി ഇഷ്യൂഡ്? മാൻഡമസിനെ പറ്റിയുള്ള ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുമ്പടി ചേർക്കാനാണ്. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, മാൻഡമസ് ആണ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ്? ഹേബിയസ് കോർപ്പസ്, കോ വാറന്റോ, സെർഷോററി. ഈ 3 റിട്ടുകളും ഹൈക്കോടതിക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഉത്തരവാണ്. ദെയർഫോർ ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എ, സി ആൻഡ് ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ആണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. ഓപ്ഷൻ സി, മാൻഡമസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. പ്രധാനമായും 5 റിട്ടാണുള്ളത്. ഇതിൽ ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൺലി 2 and 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ഇൻഡെപ്ത് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗം നൽകുന്ന അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പരിഹാരങ്ങളുടെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി അതിന്റെ റിട്ട് അധികാര പരിധിയിൽ വിനിയോഗിക്കാവുന്ന എല്ലാ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരങ്ങളും അതിന്റെ അധികാര പരിധിയുടെ പ്രാദേശിക പരിധിക്കുള്ളിൽ പ്രയോഗിക്കാൻ പാർലമെന്റിന്റെ നിയമം വഴി മറ്റേതോ ഒരു കോടതിയെയും അധികാരപ്പെടുത്താം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് ഇതിനായി വ്യവസ്ഥ ചെയ്യുന്നത്? ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 32(3) ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ആർട്ടിക്കിൾ 32-ൽ പരാമർശിച്ചിരിക്കുന്ന കാരണങ്ങളല്ലാതെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകാൻ പാർലമെന്റിനെ അനുവദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ്? ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 139 ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ കുറേ റിപ്പീറ്റ് ആയിട്ട് കണ്ടു. ആൻസർ വരുന്നത് അനുച്ഛേദം 226. നെക്സ്റ്റ് വൺ, സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്? ഓപ്ഷൻ സി, മണ്ടാമസ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുമ്പടി ചേർക്കാനാണ്. ഇതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം താഴെ പറയുന്ന റിട്ടുകളിൽ ഏതാണ് വ്യക്തമായി പരാമർശിക്കാത്തത്? ആൻസർ ഓപ്ഷൻ ഡി, ഇൻജക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനമോ മറ്റേതെങ്കിലും അതോറിറ്റിയോ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ്? ഓപ്ഷൻ എ, ഹേബിയസ് കോർപ്പസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈക്കോടതികളുടെ റിട്ട് അധികാരം? ഓപ്ഷൻ എ, അനുച്ഛേദം 226. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്
ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗലികാവകാശങ്ങൾ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ ബി ഹൈക്കോടതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊതുസ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ ബി മാൻഡമസ്. നെക്സ്റ്റ് വൺ, ഒരു ഇന്റീരിയർ കോടതിയുടെയോ ജുഡീഷ്യൽ അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ ശേഷിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബോഡിയുടെയോ രേഖകൾ ആവശ്യപ്പെടുന്നതിനുള്ള ഒരു സുപ്പീരിയർ കോടതിയുടെ ഒരു പ്രത്യേക റിട്ടാണ് ഡാഷ്. ഓപ്ഷൻസ് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോററി ആൻഡ് കോ വാറണ്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സെർഷ്യോററി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയെ നിയമവിരുദ്ധവും അനിയന്ത്രിതവുമായ തടങ്കലിൽ വെക്കുന്നതിനെതിരെയുള്ള സംരക്ഷണമായി താഴെ പറയുന്ന റിട്ട് പരിഗണിക്കപ്പെടുന്നു? മാൻഡമസ്, ഹേബിയസ് കോർപ്പസ്, കോ വാറണ്ടോ ആൻഡ് നിരോധനം. ആൻസർ വരുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. നെക്സ്റ്റ് വൺ, റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാവൂ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഒൺലി വൺ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 5 റിട്ടുകളെ പറ്റിയാണ്. അതുമായി ബന്ധപ്പെട്ട് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒരു 32 ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.